ഓക്കെ, സ്ക്രീന് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇസ് ദ സ്ക്രീൻ വിസിബിൾ? Yes, sir. ഓക്കെ, സോ ഹോപ്പ് ദ സ്ക്രീൻ ഇസ് വിസിബിൾ നൗ. ബ്ലാക്ക് സ്ക്രീൻ ആയിട്ട് കാണുന്നുണ്ടോ? ആ സാർ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് നെസസിറ്റി ഓഫ് ഓർഗനൈസേഷൻ ആണ്. എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ എന്നാണ്. അത് നമ്മൾ കുറച്ച് പോയിന്റ്സ് നോക്കി, 5-6 പോയിന്റ്സ് നോക്കി. ഇത്രയൊക്കെ ചോദിക്കാറുള്ളൂ. എടാ, എന്റെ ബോർഡ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഒന്നുകൂടി ക്യാൻസൽ അടിച്ചിട്ട് എല്ലാവർക്കും കാണുന്നുണ്ടോ? Sir, ഇപ്പം കാണാം. ഇപ്പാണ് കാണാൻ പറ്റിയത്. ഓക്കെ ഓക്കെ ഫൈൻ. സോ എനിക്ക് കാണുന്നില്ല, എന്ത് ചെയ്തിട്ടും അതെന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഞാനിപ്പോൾ എഴുതുന്നതും കാര്യങ്ങളൊക്കെ? Yes, sir. ഓക്കെ, സോ സോറി ഫോർ ദാറ്റ്. നൗ വാട്ട് വി വിൽ ഡു ഈസ് നമുക്ക് എലമെന്റ്സ് നോക്കാം. ഓക്കെ, നമ്മൾ നെസസിറ്റി ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇനി എപ്പോഴാ? 5-ാമത്തെ അല്ലേ? നെക്സ്റ്റ് അവർ എ ക്ലാസ്സിന് ഗോകുൽ സാറിന്റെ ക്ലാസ്സിലാണ് ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ. എ ക്ലാസ്സുകാർ അടുത്ത അവർ ഗോകുൽ സാറിന്റെ ക്ലാസ്. ഓക്കെ, ഏക്കാര്യം. അപ്പോൾ വി വിൽ സീ നെക്സ്റ്റ് ദ എസെൻഷ്യൽ എലമെന്റ്സ്. എസെൻഷ്യൽ എലമെന്റ്സ് ഫോർ എ ഗുഡ് ഓർഗനൈസേഷൻ. ഒരു ഗുഡ് ഓർഗനൈസേഷന് വേണ്ടി ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, എന്തൊക്കെയായിരിക്കും ബേസിക്കലി? ഒന്നാമത്തത്, ഒരു ഓർഗനൈസേഷൻ ഷുഡ് ഓൾവേസ് ബി ഹെൽപ്ഫുൾ അല്ല, ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ഹെൽപ്ഫുൾ ടു ദ എംപ്ലോയീസ് ആയാലും ആരായാലും ഹെൽപ്ഫുൾ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ഹാവ് എ പ്രോപ്പർ എയിം. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരിക്കണം. അതിനൊരു വ്യക്തമായിട്ടുള്ളൊരു എയിമും വേണം. നമ്മുടെ കോളേജിന്റെ ഒക്കെ എയിം എന്തായിരിക്കും? ആൽബർട്ട് ബെന്നെ അതാണോ മിഷനായിട്ട് വരുന്നത്? ആൽബർട്ട് ബെന്നെ മൈക്ക് പോയാ? ഞാൻ ഇപ്പൊ പുറത്താക്കും ക്ലാസ്. അതോർക്കത്തായിരിക്കും സാറേ. നീ ഉറക്കത്താ? അവൻ ഉറക്കത്തായിരിക്കും, അവന് തോന്നുന്നുണ്ട്. ബായി മുള നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഡി പി ആയിട്ട്. എന്നാ നീ പറ, സൗരവ് പറ. എനിക്കറിയില്ല സാറേ. എന്റെ കോളേജിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ലടാ. അത് സാറ് കോളേജിൽ വിളിക്കൊണ്ടിരും. പൈസ ഉണ്ടാക്കല്. പൈസ ഉണ്ടാക്കൽ മാത്രമൊന്നുമല്ല, അതെ, പൈസ ഉണ്ടാക്കൽ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് ഒരു ഓർഗനൈസേഷന്റെ. നോ ഓർഗനൈസേഷൻ ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് പ്രോഫിറ്റ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യം. നീ ഉണ്ട്, നീ ഇപ്പം വന്നിന്, നിനക്ക് തരാം കേട്ടാ. നിന്റെ അസൈൻമെന്റ് ഞാൻ കേട്ട് ഞാൻ ഈ ലാപ്പിൽ ഇങ്ങനെ മൈക്ക് ഓൺ ആക്കുന്ന ഓണാവുന്നില്ല. രമേശ് സാറിന് എല്ലാ അധിക അവറും നിന്റെ മൈക്കിൽ നിങ്ങളെ മാത്രം ഇത്രമാത്രം മൈക്കിന് കംപ്ലൈന്റ് വരാൻ നിങ്ങൾ എന്താ ചെയ്യുന്നത്? മൈക്കിന്റെ അവിടെ കംപ്ലൈന്റ് ഒന്നുമില്ല, ഞാൻ ഓണാക്കോ കുറച്ച് ലാഗ് ഒന്നുള്ളൂ. അതെ, അത് നീ ഫോണിന്റെ അടുത്ത് അറിയില്ലെങ്കിൽ ഞാൻ അറിയില്ല എന്ന് തന്നെ പറയും. എന്നിട്ട് അവിടെ ഷോ നിനക്ക് വീട്ടിന്റെ എവിടെയോ മൂലക്കുന്ന് മൈക്കിലേക്ക് ഓടി വരാൻ സമയം എടുത്തല്ലേ നീ? ഇല്ല സാറേ, എന്താ സാറേ നേരിട്ട് വിട്ടിട്ടോ എല്ലാത്തിനും. ഓക്കെ, സോ അധികവും നിങ്ങളുടെ ഇൻഡസ്ട്രിയൽ ക്ലാസ് എന്റെ ക്ലാസ്സിന്റെ കൂടെ തന്നെ ആയിരിക്കും. രമേശ് സാറിന് ഫസ്റ്റ് ഇയറിൽ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ട്. മേ ബി മോസ്റ്റ് പ്രോബബ്ലി വി വിൽ ബി കമ്പൈനിങ് ബോത്ത് ക്ലാസ്സസ്. ഓക്കെ, ഈ വരുന്ന കുറച്ച് കാലങ്ങളിൽ നമ്മൾ കമ്പൈൻഡ് ആയിട്ടായിരിക്കും എടുക്കുക. രമേശ് സാറോട് മാക്സിമം പറയാം, നിങ്ങൾക്ക് ചില സമയത്ത് സാറിന്റെ ക്ലാസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ഡിഫറൻസ് എന്തുകൊണ്ടെങ്കിൽ സാർ നിങ്ങളോട് ഇൻഫോം ചെയ്തോളൂ. ഓക്കെ, സോ ബേസിക്കലി an organization should always be helpful. It should have a common objective. ഓക്കെ, ഇനി അതേപോലെ തന്നെ അതിന്റെ ആക്ടിവിറ്റീസ് എല്ലാം വളരെ നല്ല രീതിയിൽ കോർഡിനേറ്റഡ് ആയിട്ട് പോകണം. കോർഡിനേഷൻ, ദിസ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്.
ഞാൻ ഈ പോയിന്റ്സ് പറയുമ്പോൾ ജസ്റ്റ് പോയിന്റ്സ് നോട്ട് ചെയ്യുക നിങ്ങൾ. പക്ഷേ എക്സാമിന് നിങ്ങൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതേണ്ടി വരും. ഇതൊരു 6 മാർക്കിനൊക്കെ ചോദിച്ച് എക്സ്പാൻഡ് ചെയ്ത് എഴുതേണ്ട നിങ്ങൾ ആവശ്യമുള്ളൂ. ഇൻഡസ്ട്രിയിലുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ സസ്റ്റൈനബിൾ പോലത്തെ പേപ്പറോ മാർക്കറ്റിംഗിൽ പോലത്തെ പേപ്പറിലോ നിങ്ങൾ വെറുതെ കുറേ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്, അതിന് മാർക്ക് കിട്ടില്ല കേട്ടോ. കാരണം ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് പോയിന്റ്സ് ആണ്. അപ്പോൾ ആ പോയിന്റ്സ് അല്ലാതെ വേറെ പോയിന്റ് എഴുതി നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. വെറുതെ ജസ്റ്റ് എന്തെങ്കിലും പോയി എഴുതിയിട്ട് പാസ്സാവാന്ന് വിചാരിക്കരുത്. സെർട്ടൻ പോയിന്റ്സ് ആർ സ്പെസിഫിക്. ഇപ്പൊ നിങ്ങളോട് എന്നാ നെസസിറ്റി ഓഫ് എ ഗുഡ് ഓർഗനൈസേഷൻ ചോദിച്ചു. നെസസിറ്റി ഓഫ് എ ഗുഡ് ഓർഗനൈസേഷൻ ചോദിച്ചാൽ നിങ്ങൾ ഇതന്നെ എഴുതി വെക്കണം. അല്ലാതെ അതിന് പകരം നിങ്ങൾ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ ഗുഡ് ഓർഗനൈസേഷൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ദ പോയിന്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഈ ഒരു ഫസ്റ്റ് ടേം ഷുഡ് ബി സെയിം. സോ വൈൽ യു ആർ എക്സ്പാൻഡിങ് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ അടുത്ത പോയിന്റിൽ നമ്മൾ പറയാണ് പിന്നെ there should be proper coordination. അപ്പോൾ കോർഡിനേഷൻ എഴുതിയിട്ട് ഹൈഫൺ ഇട്ടിട്ട് there should be proper coordination among the employees of the organization എക്സ്പാൻഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ ഈ കോർഡിനേഷനും ഈ അണ്ടർലൈനുമാണ് എക്സാമിനർ നോക്കുക. അത് ബേസ് ആയിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് തരിക. വളരെ എളുപ്പമാണ് ഈ പോയിന്റ്സ് പഠിച്ചു വെക്കുകയാണ്. ഓക്കെ, സോ there should be effective communication. സെക്കൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കൂ ഹയറാർക്കി അനുസരിച്ച് an organization will always have a name. നമ്മുടെ കോളേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷൻ കാണാം അല്ലെ, മിഷൻ കാണാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി ഒട്ടിച്ചിട്ടാണ്. സോ എവറി ഓർഗനൈസേഷൻ വിൽ ഹാവ് എ പ്രോപ്പർ എയിം. ഓക്കെ, സോ ആ എയിം ഉണ്ടാവും. അതിന് പുറമെ there should always be a coordination between the employees. Everywhere effective communication should happen. Proper communication should be there. Okay, a company should always have provisions for expansion. ഓക്കെ, ഇപ്പൊ നമ്മളെ കോളേജിൽ ഒരു ടൈമിൽ പെട്ടെന്ന് കമ്പ്യൂട്ടർ സയൻസിന് ഭയങ്കര ഓവർ ട്രെൻഡ് വന്നു. നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ അപ്പാട് തന്നെ അതിന്റെ സീറ്റിന്റെ എണ്ണം കൂട്ടി. സോ നമുക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്ക് ആ സീറ്റിന്റെ എണ്ണം കൂട്ടാൻ പറ്റിയത് അല്ലേ. സ്വാഭാവികമായിട്ടും ഇറ്റ് ഷുഡ് ഓൾവേസ് ഹാവ് എ പ്രൊവിഷൻ ഫോർ എക്സ്പാൻഷൻ. എവറി കമ്പനി ഷുഡ് ഹാവ് എ പ്രൊവിഷൻ ഫോർ expansion. It should have clear and well defined policies. Proper ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ചില കേസിൽ ഇപ്പൊ നമ്മുടെ കോളേജിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കുക. ചില കാര്യത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ, പക്ഷെ ചില കേസിൽ വിട്ടുവീഴ്ചകൾ നടക്കുന്നുണ്ടാവില്ല അല്ലെ. വൈ? ബിക്കോസ് ഇഫ് there is a deviation from the policy, ഒരു എക്സിസ്റ്റിംഗ് പോളിസിയിൽ എന്തെങ്കിലും ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ there will only be deviations. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, സോ എവറി കമ്പനി ഷുഡ് ഹാവ് എ ക്ലിയർ ആൻഡ് വെൽ ഡിഫൈൻഡ് എഴുതപ്പെട്ടിട്ടുള്ള പോളിസീസ് വേണം. It should be applicable to all the top level ആയാലും ബോട്ടം ലെവൽ എല്ലാവർക്കും അത് പ്രോപ്പർ ഈക്വലി അപ്ലിക്കബിളും ആയിരിക്കണം. ഓക്കെ, അടുത്തത് പ്രൊവിഷൻ ഫോർ എക്സ്പാൻഷൻ ഞാൻ പറഞ്ഞു. എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഓക്കെ, satisfaction, and last one is proper division of authority. Proper right authority and responsibility divide ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതൊക്കെയാണ് ഒരു ഗുഡ് ഓർഗനൈസേഷന് വേണ്ട അടിസ്ഥാനമായിട്ടുള്ള എലമെന്റ്സ്. മുമ്പേ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? അതിന്റെ ആവശ്യകത അഥവാ നെസസിറ്റീസിലെ പോയിന്റ്സ് ആണ് നോക്കുന്നത്. ഇവിടെ എസെൻഷ്യൽ എലമെന്റ്സ് ആണ് നോക്കുന്നത്. ഓൾവേസ് ഇറ്റ് ഷുഡ് ബി ഹെൽപ്ഫുൾ, ഇറ്റ് ഷുഡ് ഹാവ് എ പ്രോപ്പർ എയിം, ദർ ഷുഡ് ബി പ്രോപ്പർ കോർഡിനേഷൻ ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയേഴ്സ്. എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ദർ. ഓർഗനൈസേഷൻ ഷുഡ് ഓൾവേസ് ഹാവ് എ പ്രൊവിഷൻ ഫോർ എക്സ്പാൻഷൻ. Clear and well defined policies should be there. Employee satisfaction should be there, and proper division of authority and responsibility should be there. 3 points are the essential elements of a good organization. Okay, points 3 note. Okay, now what we will do is we will see the organizational structure of our college. Okay, നമ്മുടെ കോളേജിന്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഏറ്റവും ടോപ്പിൽ മാനേജർ വരുന്നുണ്ട് അല്ല, ഇയാളെ താഴെ ഒരു അഡ്മിനിസ്ട്രേറ്റർ വരുന്നുണ്ട്. ഇയാളെ തന്നെ അതേ ലെവലിൽ വരുന്നത് വേറെ ആരാടാ? ഒരു ബർസാർ വരുന്നുണ്ട്. ഓക്കെ,
അതേപോലെ ഒരു പ്രിൻസിപ്പൾ വരുന്നുണ്ട്. അല്ല ബർസാർ വരുന്നുണ്ട്. ഇത്രയേ വരുന്നുള്ളൂ അല്ല. ഓക്കെ, ഇതിന് താഴെയായിട്ട് വരുന്നത് പ്രിൻസിപ്പളാണ്. ഓക്കെ, ഇതിൻ്റെ താഴെ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് വരും. ഓക്കെ, അപ്പോൾ ആരൊക്കെയായി? ഇതാണ് HODs. ഓക്കെ, ഡീൻ സാധാരണ എല്ലാ കോളേജിലും ഡീൻ എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഉണ്ട്. നമ്മുടെ കോളേജിൽ അതില്ല. ഓക്കെ, അല്ല അതിന് വലിയ കാര്യമായിട്ടുള്ള പ്രസക്തി ഇല്ല. ഇതൊക്കെയാണ്. അതിനുശേഷം ഇങ്ങനെയാണ് വരിക. ഇയാളെല്ലാവരും ഇൻഫർമേഷൻ എടുക്കും, പ്രിൻസിപ്പൽ. ഓക്കെ, നെക്സ്റ്റ് വി വിൽ ബി ഹാവിംഗ് ദ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്. അപ്പോൾ ഇവിടെ 2 കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ദേ വിൽ റിപ്പോർട്ട് ടു ദ പ്രിൻസിപ്പൽ and principal will be also sending the messages to them. Okay, departmental heads. അതിനുശേഷം there will be staffs. അല്ലേ, സ്റ്റാഫിൻ്റെ താഴെ ടെക്നിക്കൽ സ്റ്റാഫ്സ്, അതിൻ്റെ താഴെയായിട്ട് പിന്നെ കുറച്ച് ക്ലീനിങ് സ്റ്റാഫ്സ്, സെക്യൂരിറ്റി. സോ ഈ ഒരു ലെവലിലാണ് പിന്നെ ഇൻഫർമേഷൻസ് പോകും, എല്ലാ കാര്യങ്ങൾ നമ്മുടെ കോളേജിൽ നടക്കുന്നത്. ഓക്കെ, അതർ ദാൻ ദാറ്റ് ദർ ഇസ് എ സെപ്പറേറ്റ് സെക്ഷൻ ഇൻ അവർ കോളേജ്. ഏതാ? ഒരു സൂപ്രണ്ടൻ്റ് ഉണ്ട്, മണിയടിക്കുന്ന പ്രാർത്ഥന വെക്കുന്ന ആള് അല്ലേ, സൂപ്രണ്ടൻ്റ്. ഇയാളുടെ താഴെ അക്കൗണ്ടൻ്റ്. ഓക്കെ, office staffs. So this is another structure which is happening in our college. So separate ആയിട്ട് വേറൊരു സെക്ഷൻ ഇവിടെ പോകുന്നുണ്ട്. Okay, so here you can see this guy always, superintendent will have a communication between the manager, bursar and principal. Okay, അതിന് പുറമെ accountant ഉണ്ട്. Accountant will also keep his communication between the manager and this guy and bursar. Okay അല്ലേ. ഓഫീസ് സ്റ്റാഫിൻ്റെ കമ്മ്യൂണിക്കേഷൻ എല്ലാം ത്രൂ സൂപ്രണ്ടൻ്റ് ആയിരിക്കും. ഓക്കെ, 2 വേ ആണ്, ഇയാൾ നിന്ന് ഇങ്ങോട്ടേക്കും കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലായി. ടെക്നിക്കൽ സ്റ്റാഫ് HOD ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും, സ്റ്റാഫുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും, സ്റ്റാഫ് HOD ആയിട്ട് തിരിച്ച് കോൺടാക്ട് ചെയ്യേണ്ട. സോ ദിസ് ടൈപ്പ് ഓഫ് ഡയഗ്രാം ഈസ് കോൾഡ് ആസ് ആൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഓക്കെ, സോ വാട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ ഡ്രോ ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് അവർ കോളേജ്. ഞാൻ ഈ വരച്ച പോലെ തന്നെ വരണമെന്നൊന്നുമില്ല, ഞാൻ ഈ വരച്ച പോലെ ആയിരിക്കുകയും ചെയ്യില്ല, കുറച്ചും കൂടി വെൽ ഡിഫൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് വരക്കാൻ പറ്റും. സോ വൈൽ പ്രിപ്പയറിംഗ് ദ നോട്ട് യു ക്യാൻ പ്രോപ്പർലി ഡ്രോ, യു ക്യാൻ ടേക്ക് ഡൗൺ ഇറ്റ് ആസ് എ ക്വസ്റ്റ്യൻ. സോ യു ക്യാൻ ഡ്രോ ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് യുവർ കോളേജ്. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നോട്ട് ചെയ്തോളൂ. ഓക്കെ, സോ അത് നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പം ചെയ്യുക. അപ്പം ഞാൻ ഇന്ന് സമയം എത്രയായിരുന്നു? ഡെഡ് ലൈൻ പറഞ്ഞ 6 മണിയാണെന്ന് തോന്നുന്നു. 6 മണിക്കുള്ളിൽ നിങ്ങൾ B ക്ലാസ്സുകാർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന അസൈൻമെൻറ്റിലേക്കും നോട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, എയുടെ അസൈൻമെൻറ്റും ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, എൻ്റെ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ കോഡ് ഞാൻ എയുടെ കോഡ് ഇതിൽ തരാം. MS സാർ ബിസി ആണോ എന്നറിയില്ല. സോ മേ ബി I will create 2 assignments in my Google Classroom. One will be S8 MEB ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ടുള്ള ക്ലാസ് നോട്ട്സ്, മറ്റേത് S8 MEA എന്ന് വെച്ചിട്ട് ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് ക്ലാസ് നോട്ട്. സോ അക്കോർഡിംഗ്ലി ബൈ 6 PM you can update 2 hours attendance. I will be marking at 7 or 7:30. Okay, so കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? സൗണ്ട് എല്ലാം ഓക്കെ അല്ല? ഉറങ്ങിയാ? കേൾക്കുന്നുണ്ട് കേൾക്കാം സാർ. സാർ. ആൽബർട്ട് ആദ്യം മൈക്കോണാക്കിയല്ലോ. ഈ വൈശാഖരൊക്കെ ഉണ്ടോ? വൈശാഖിന്റെ ഒച്ച കേൾക്കുന്നില്ലല്ലോ. ഞാൻ വിളിച്ചിട്ടൊരു 3 സെക്കൻഡിലൂടെ മൈക്കോണാക്കില്ല, ഞാൻ ക്ലാസ്സിന് പുറത്താക്കുക. തമാശയല്ല. വൈശാഖിനെ ഞാൻ പുറത്താക്കട്ടെ. ഓക്കെ, വേറെ ആരെങ്കിലും നോക്കട്ടെ. ഇതേപോലെ ഉറങ്ങുന്ന ആരും റൈതുണ്ടാ? റൈദ് അബ്ദുൾ മജീദ്. ഉണ്ട് സാർ, ഉണ്ട് സാർ.
ഇതിപ്പോ റിമൂവ് അടിച്ചിട്ടില്ല. റിമൂവ് പഠിച്ചാൽ നികുൽ മോഹനോ? ഓക്കെ, രണ്ടാളെ പുറത്താക്കി. ഇനി ബാക്കി ആരെയും പുറത്താക്കണ്ട. ഇനി മതി, നമുക്ക് കണ്ടിന്യൂ. ഓക്കെ, സോ വാട്ട് വി വിൽ ഡു ഇസ് വി വിൽ സീ ദ പ്രോസസ് ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, നമ്മൾ എന്തൊക്കെ നോക്കി ഇത്ര നേരമായിട്ടും? അമിത് കാന്ത്, നമ്മൾ എന്തൊക്കെ നോക്കി? നീതി ആയോഗിന്റെ സിഇഒന്റെ പേര് അമിത് കാന്ത് എന്നാണ്. അതറിയാം എനിക്ക്. നമ്മൾ കുറച്ച് മുമ്പ് നീതി ആയോഗിനെ കുറിച്ച് പഠിച്ച ഓർമ്മയുണ്ടോ? അമിത് അല്ല, അമിതാഭ് കാന്ത് എന്നാണ്. ഓക്കെ, നമ്മൾ എന്തൊക്കെ നോക്കിയടാ മോനെ? ഇപ്പം 2 കാര്യങ്ങളുടെ പോയിന്റ്സ് നമ്മൾ നോക്കി. എന്തൊക്കെയായിരുന്നു? ഓർഗനൈസേഷന്റെ എന്തൊക്കെയാ നോക്കിയത് നമ്മള്? റിക്വയർമെന്റ് ആണോ? എന്തോ 2 കാര്യങ്ങൾ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 കാര്യങ്ങളുടെ പോയിന്റ്സ് നമ്മൾ ചെക്ക് ചെയ്തു. ഏതൊക്കെയായിരുന്നു? നെസസിറ്റി. ഒന്ന് നെസസിറ്റി. ഓക്കെ, രണ്ടാമത്തെയോ? രണ്ടാമത്തെ എന്തായിരുന്നു? എസെൻഷ്യൽ എലമെന്റ്സ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വി വിൽ ഗോ ടു ദി പ്രോസസ് ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോസസ് ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പ്രോസസ്. നമ്മൾ നെസസിറ്റി നോക്കി, എസെൻഷ്യൽ എലമെന്റ്സ് നോക്കി, അടുത്തത് പ്രോസസ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. സ്റ്റെപ്സ് ഇൻ ഓർഗനൈസിംഗ് പ്രോസസ് എന്നാണ് പറയുന്നത്. സ്റ്റെപ്സ് ഇൻ ഓർഗനൈസിംഗ് process. So we will draw it as block diagram and we will see what all are the major steps involved in organization. Okay, so what will be the first step? ഒന്നാമത് ഒരു ഓർഗനൈസേഷന്റെ what will be the first essential step? എന്തായിരിക്കും ആദ്യത്തെ സ്റ്റെപ്പ്? Anyone? First step. Arjun T. Yes sir. പറ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഏതൊരു കമ്പനിയുടെയും ഓർഗനൈസേഷന്റെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് സ്റ്റെപ്പ് അത് ആ ഓർഗനൈസേഷൻ എന്തിനാന്നുള്ളൊരു ബോധം. അതന്നെ. ഫസ്റ്റ് വൺ ഇസ് ഡിറ്റർമിനേഷൻ ഓഫ് എന്തായിരിക്കും? ഒബ്ജക്റ്റീവ്സ്. ഒരു ഒബ്ജക്റ്റീവ് ഇല്ലാതെ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് കാര്യം. ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ്. ഓക്കെ, ഇപ്പോൾ അത് എന്തെങ്കിലും ഒരു സപ്പോർട്ട് സർവീസ് ആണ്, ഒരു മാരേജിന്റെ ഒരു ഇത് എന്താ പറയുക, ഇവന്റ് പ്ലാനിങ് ആണ്. അപ്പോൾ യു ഷുഡ് ഹാവ് എ പ്രോപ്പർ ഒബ്ജക്റ്റീവ് അല്ലെ? എന്താണ് ഒബ്ജക്റ്റീവ് എന്നുള്ളത് വേണം. ഒബ്ജക്റ്റീവ് മാത്രം മതിയോ? അത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ള സ്ട്രാറ്റജി വേണം. ഓക്കെ, ആൻഡ് അതിന് പുറമെ യു ഷുഡ് ഹാവ് പ്ലാൻസ് ഫോർ യുവർ കമ്പനി ആൻഡ് പോളിസീസ്. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സ്റ്റെപ്പ് 1. So first step in the organizing process is you have to have a proper objective, you have to have a proper strategy, you have to plan, and you have to have your policies. Okay, or you should have your plans and policies. Clear cut ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിരിക്കണം, പ്രിസൈസ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുന്ന ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കണം, എത്തിപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്താ പറയുക സക്സസ്ഫുൾ ആവുന്ന ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കും. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും രണ്ടാമത്തെ സ്റ്റെപ്പ്? ആഫ്റ്റർ ദാറ്റ് ആർക്കാ പറയാൻ പറ്റുക? അശ്വിൻ കൃഷ്ണ. ഒബ്ജക്റ്റീവ് എസ്റ്റാബ്ലിഷ് ചെയ്തു നമ്മുടെ കമ്പനീൻ്റെ. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? സബ്ജക്റ്റ് എന്താ സാർ? റോട്ടിലല്ല, വീട്ടിൽ തന്നെയാ. പറ, എന്നാ പറ. കമ്പനിക്ക് യു ഹാവ് ഫോർ യുവർ കമ്പനി, യു ഹാവ് യുവർ സ്ട്രാറ്റജി ഉണ്ട്. നീ സ്ട്രാറ്റജി ഉണ്ടാക്കി, നീ പ്ലാനും പോളിസീസ് എല്ലാം ഉണ്ടാക്കി. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാലോചിച്ചിട്ടെങ്കിലും ആയാലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഡാറ്റ എന്തെങ്കിലും ബേസ്ഡ് ഓൺ അല്ല, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് എന്താ ഇനി ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണ്ടേ? യു ഷുഡ് ഹാവ് ദ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. ഡിറ്റർമിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആണ് പിന്നെ വരുന്നത്. നിന്റെ പ്ലാൻ, എനിക്കൊരു പ്ലാൻ ഉണ്ട്. നോക്ക്, എനിക്കൊരു പ്ലാൻ ഉണ്ട്, ഒരു സ്ട്രാറ്റജി ഉണ്ട്, എനിക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യണ്ടേ? അതിന് നീ എന്ത് ചെയ്യണോ?
എന്തൊക്കെ ആക്ടിവിറ്റീസ് വേണമെന്നുള്ളതല്ലേ അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, ഓക്കെ. സോ ദാറ്റ് സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്യുക. വിൽ ഗോ ടു ദിസ് തേർഡ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും സ്റ്റെപ്പ് 3 വിൽ ബി, സ്വാഭാവികമായിട്ടും യു ഹാവ് ഡിറ്റർമിൻഡ് യുവർ ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റി ആദ്യം തന്നെ എല്ലാ പണിയും ഒപ്പരം ചെയ്യാണ് ചെയ്യുക. പന്തൽ കെട്ടി പിന്നെ അതിന് മുമ്പ് ബൾബ് തൂക്കി അങ്ങനത്തെ പരിപാടി ഒന്നല്ലല്ലോ ചെയ്യുക. യു ഷുഡ് ഗ്രൂപ്പ് ദ ആക്ടിവിറ്റീസ്. ഓക്കെ, സോ സെപ്പറേഷൻ ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അടുത്തതാണ് ആർക്കാണ് ഉത്തരവാദിത്തം ഏൽപ്പിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, യു ഹാവ് ടു ഗിവ് ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. സോ ഫസ്റ്റ് ഇസ് ഡെലിഗേഷൻ. 2 ഡെലിഗേഷൻ സ്റ്റെപ്സ് വരും ഫോർത്തില്. യു ഹാവ് delegation of authority. What is delegation of authority? ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? It is the right given to the superior for directing that's and guiding the subordinates. Next is delegation of responsibility. എന്താ? അത് it is the accountability of the subordinate. Okay, so this is the fourth step. Okay, അത് കഴിഞ്ഞാൽ പിന്നെ you should have a proper interrelationship അല്ലെ between the employee and employees. Okay, so establishing interrelationships is the fifth point. Okay, അടുത്തത് ആയി. ഇനി അതിനുള്ള പ്രോപ്പർ അറ്റ്മോസ്ഫിയർ എൻവറോൺമെന്റ് നമ്മുടെ കമ്പനിയിൽ വേണം അല്ലെ. സോ പ്രൊവൈഡിങ് facilities. എന്തൊക്കെ ഫെസിലിറ്റീസ് ആവശ്യമുണ്ട്? യു ഹാവ് ടു പ്രൊവൈഡ് ദ പ്രോപ്പർ ഫെസിലിറ്റീസ് ആൻഡ് പ്രോപ്പർ എൻവിറോൺമെന്റ്. ദിസ് ഈസ് ദി സിക്സ്ത് സ്റ്റെപ്പ്. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ലാസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് 7, യു ഹാവ് ടു പ്രിപ്പയർ ദി ഓർഗനൈസേഷൻ ചാർട്ട്. ഓർഗനൈസേഷൻ ചാർട്ട് നമ്മുടെ കോളേജിന്റെ ഓർഗനൈസേഷൻ ചാർട്ടാണ് നമ്മൾ ഇവിടെ വരച്ചത് അല്ലേ. So you have to prepare the organization chart. So these are the steps involved in organizing process. So onnuകൂടി നോക്കാം. Your company should have, okay, so your company should have a proper objective, proper strategy, proper plan. Once the objective, plans, strategy, etc. are determined, you have to determine what activities are to be carried out. Okay, determination of objectives, strategies, plans and policies. അടുത്ത സ്റ്റെപ്പിൽ determination of activities. Okay, അടുത്ത സ്റ്റെപ്പിൽ separation and grouping of the activities and the delegation of authority and responsibility, establishing interrelationship, providing facilities and proper environment and preparing the organizational chart. This is the final step. ഇത്രയാണ് ഓർഗനൈസേഷൻ പ്രോസസ്സിലുള്ള സ്റ്റെപ്പ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിൽ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. Have a note of these. If you are not writing, you can take a screenshot. So these are the basic steps involved in the process of organization. Okay, now last part of this section we will see the principles of organization. Okay, the KTO question ആണ്. Okay, രണ്ട് പ്രാവശ്യം ഒരു റെഗുലറിനും ഒരു സപ്ലിക്കും ചോദിച്ചതാണ് principles of ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട പ്രധാന അതിന്റെ എഫിഷ്യൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രധാന പ്രിൻസിപ്പിൾസ്, ചില തത്വങ്ങൾ എന്ന് പറയാം മലയാളത്തിൽ. ഓക്കെ, സോ ഇതാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് പ്രിൻസിപ്പിൾസ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് കൺസിഡറേഷൻ ഓഫ് യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഇതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ. ഓക്കെ, സോ യുവർ ഓർഗനൈസേഷൻ ഷുഡ് ഓൾവേസ് ഹാവ് എ ക്ലിയർ ഡിഫൈൻഡ്, ക്ലിയർ കട്ട്, ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ, പ്രിസൈസ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഇപ്പൊ എന്നോട് വന്ന് ചോദിക്കുകയാണ് നിന്റെ കമ്പനിയുടെ ലക്ഷ്യം എന്താ, അപ്പൊ ഞാൻ പറയുകയാണ് ഒരു 2 വർഷം കൊണ്ട് ഒരു ഇത്ര ടേൺ ഓവർ ഉണ്ടാക്കുകയാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ പറയുകയാണ്. വേറൊരാൾ പറയാണ് 2 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഒരു ലീഡിങ് സെക്ടർ ആയിട്ട് ഉയരാനാണ് ഞങ്ങളുടെ ഈ ഒരു മേഖലയിൽ ഉയരാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് രണ്ടും വ്യത്യാസമുണ്ട് അല്ലേ. സോ രണ്ടാൾ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് ആർ ഡിഫറെന്റ്. യു ഷുഡ് ഓൾവേസ് ഹാവ് എ യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്. സോ മാനേജ്മെന്റ് ആയാലും ശരി, അതിന്റെ താഴെയുള്ള അതോറിറ്റീസ് ആയാലും ശരി, everyone should know what is the objective of your company and what is the
കോമൺ ഒബ്ജക്റ്റീവ് ഓഫ് യുവർ കമ്പനി. ഓക്കെ, അതാണ് ആദ്യത്തെ പറയുന്നത്. നെക്സ്റ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് സ്പെഷ്യലൈസേഷൻ. ഇതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഏതൊരു എഫക്റ്റീവ് ഓർഗനൈസേഷനിലും സ്പെഷ്യലൈസേഷൻ വേണം. മെക്കാനിക്കൽ സ്റ്റാഫ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം തെർമൽ എടുക്കുന്നുണ്ട്, അതായത് ഫീൽഡിലുള്ള M.Tech ഗ്രാജുവേറ്റ്സ് ആണ് തെർമൽ എഞ്ചിനീയറിംഗ് എടുക്കുക. സോ എവറി ഇൻഡസ്ട്രി മസ്റ്റ് ഹാവ് സ്പെഷ്യലൈസേഷൻ. എങ്ങനെയാണെങ്കിൽ മാത്രമേ വർക്കിനുള്ള ക്വാളിറ്റിയും വർക്കിനുള്ള എഫിഷ്യൻസിയും വരുള്ളൂ. അതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ പോയിന്റ്, പ്രിൻസിപ്പിൾ ഓഫ് അതോറിറ്റി. ഓക്കെ, അപ്പോൾ അതോറിറ്റിയിൽ എപ്പോഴും ഒരു സുപ്പീരിയർ ഉണ്ടാവും, ഒരു സബോർഡിനേറ്റ് ഉണ്ടാവും. ഒരു സിംഗിൾ സുപ്പീരിയറിൽ നിന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതോറിറ്റിനെ ഡിസൈൻ ചെയ്യുക. ഒരാൾക്ക് ഒരുപാട് പേരിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ വർക്ക് എക്സിക്യൂഷൻ വളരെ മോശമായിരിക്കും. അതാണ് തേർഡ് പ്രിൻസിപ്പിൾ. എല്ലാം ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോവാം, ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ടത് നിങ്ങളാണ്. 10-12 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് കോർഡിനേഷൻ, നാലാമത്തത്. Okay, so it should be effective coordination is very essential for an organization to achieve its objectives. So that's principles of coordination. Principle of coordination എന്ന് പറയുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഇത് ഞാൻ പറഞ്ഞ പ്രിൻസിപ്പിൾ ഓഫ് അതോറിറ്റിയുമായി ഇന്റർ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു സിംഗിൾ സുപ്പീരിയർ, അതായത് ഇപ്പം ഞാനൊരു 2 ആൾക്കാരുണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. ഓക്കെ, ഈ സെഡിനോട് ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എക്സിലേക്കാണ്. ഓക്കെ, ഈ സെഡ് എന്ന് പറഞ്ഞ വർക്കർ പറയാണ് ഇയാൾക്ക് പ്രോപ്പറായിട്ട് ഇയാൾക്ക് അറിയാം ഇയാളുടെ സുപ്പീരിയർ ആരാണെന്നുള്ളത്. ഇയാൾ വൈൻ്റെ അടുത്ത് ഇയാളുടെ മുകളിലുള്ള പൊസിഷനിലാണ് വൈ എങ്കിലും ദിസ് പേഴ്സൺ വിൽ നോട്ട് ഗോ ടു വൈ, ദിസ് പേഴ്സൺ വിൽ ഓൾവേസ് ഗോ ടു. So that is called as unity of command. So he will receive also, he will only receive the commands from X. Okay, അതാണ്. അതായത് whoever is working under you, like whoever is working your top, a person should properly know who is accountable to who, like whom he has to respond. This is called as unity of command. അതാണ് അഞ്ചാമത്തെ principle. Okay, so we'll go to the 6th point, principle of span of control. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുക, സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ യു ആർ ഗിവൺ എ പെർട്ടിക്കുലർ ടാസ്ക്, ആ ടാസ്ക് ചെയ്യാൻ ഡയറക്ട്ലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുക ഒരു കമ്പനിയിൽ. മനസ്സിലായിട്ടെ? സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ സപ്പോസ് ദർ ഇസ് എ ഫിനിഷിംഗ് ജോബ്, ആ ഫിനിഷിംഗ് ജോബ് ചെയ്യാൻ ഇൻസ്ട്രക്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ടർ അല്ല, അവിടെ വർക്ക് ചെയ്യുന്ന ലേബർ ആണ് അവിടെ സ്പാൻ ഓഫ് കൺട്രോൾ വരുന്നത്. ഹു ഈസ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ടു എക്സിക്യൂട്ട്, ഓക്കെ, ഈസ് കോൾഡ് ആസ് എ സ്പാൻ ഓഫ് കൺട്രോൾ. ഓക്കെ, ഇത് സ്കില്ലിനെയും കപ്പാസിറ്റിനെയും ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് എക്സെപ്ഷൻ. പ്രിൻസിപ്പിൾ ഓഫ് എക്സെപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താന്ന്? ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ ഒരുപാട് കാര്യങ്ങളും ഡിസ്കഷൻസും വരും. അപ്പോൾ ഇതിൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള എന്താ പറയുക, കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പേർട്സുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ സുപ്പീരിയർ ആയിട്ട് എന്ത് നടന്നാലും ഒരു കമ്പനിയിൽ ഡയറക്റ്റ് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി പറയുക, HOD-ൻ്റെ അടുത്ത് പോയി പറയേണ്ട ആവശ്യം പർപ്പസ് നമുക്ക് വരുന്നില്ലല്ലോ. ഓക്കെ, so principle of exception means only exceptionally complex matters should be discussed with the executives. Okay, adana ende artham. Okay, next one is principle of flexibility ennu paranjal adoption to the changes ആണ്. Okay, so the company should be well able to adopt to the changes. ഇപ്പോൾ upcoming ആയിട്ടുള്ള modern technology, ഇപ്പോൾ suppose there is a trend in artificial intelligence, our college was able to adopt to that and we were able to start a new beta course for that. So that is called as flexibility. That is ability to adopt to the changes. അല്ലാണ്ട് വളച്ചൊടിക്കുന്ന വാക്കല്ല ഫ്ലെക്സിബിൾ എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എബിലിറ്റി ടു അഡോപ്റ്റ് ടു ദ ചേഞ്ചസ് ആണ് ഫ്ലെക്സിബിലിറ്റിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് പ്രിൻസിപ്പിൾ ഓഫ്
സിംപ്ലിസിറ്റി ബൈ ഹാർട്ട് ഇത് പഠിക്കണം കേട്ടോ. നിങ്ങളിത് 16 പോയിന്റ് ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരും. പ്രിൻസിപ്പിൾ ഓഫ് സിംപ്ലിസിറ്റി, ഓർഗനൈസേഷൻ സ്ട്രക്ചർ മനസ്സിലാവണം, ഓരോ ലെവലും മനസ്സിലാവണം, ആരാരെ മുകളിലാണെന്നുള്ളത് കാണുമ്പോൾ തന്നെ, ആ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവണം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് സിംപ്ലിസിറ്റി. ഓക്കെ, സോ 10ാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് റെസ്പോൺസിബിലിറ്റി. Who is responsible, who has to do all the tasks, who is assigned with which task. Principle of balance. There should always be a proper balance between the employee and employer, the level of work, the standardization, the dimension, whatever be involving in the company. Principle of continuity. Okay. അടുത്തത് principle of efficiency, and 15ാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചതുമാണ് കേട്ടോ. നിങ്ങളിത് ചെയ്യേണ്ടത്, ഇത് ചോദിക്കാനുള്ള സാധ്യത, അതായത് ദിസ് വിൽ ബി ആസ്ക്ഡ് ആസ് എ 7 മാർക്ക് ക്വസ്റ്റ്യൻ. Once it was asked as a 10 mark question. So what you can do is you can just by heart all these principles. Okay, 15 ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വേർഡായിട്ട് ഓർത്ത് വെച്ചാൽ മതി. എങ്ങനെ ഓർത്ത് വെക്കുക? യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ്, സ്പെഷ്യലൈസേഷൻ, അതോറിറ്റി, കോർഡിനേഷൻ, കമാൻഡ്, സ്പാൻ ഓഫ് കൺട്രോൾ, exception, flexibility, simplicity, responsibility, balance, continuity, efficiency, communication. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഓർത്ത് നോക്കുക. 15 പോയിന്റ്സ് 7 മാർക്കിനാണ് ചോദിക്കുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 1/2 മാർക്ക് വെച്ച് ഓരോന്നിന്. അപ്പോൾ അത്ര ഓവറായിട്ട് നിങ്ങൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എന്താണെന്നുള്ളത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, സോ നൗ വാട്ട് വി വിൽ ഡു ഈസ് വി ഹാവ് സീൻ what is authority. We have seen what is responsibility, what is its difference. We have seen as the system approach of organization based on this diagram. Okay, what is the necessity of an organization? Okay, then we have seen the essential elements for an organization, and we have drawn the organizational structure for our college, and then after that found out what all are the important processes involved in it. This is very important in exam point of view. മറന്നു പോകണ്ട, ഓർത്ത് വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കിയത് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. അതിലുള്ള 15 പോയിന്റും ചോദിച്ചിട്ടുണ്ട്. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഓർഗനൈസേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചോദിച്ചു തന്നെയാണ് എക്സാം. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചേ മതിയാവുള്ളൂ. സോ ഇനി ബാക്കിയുള്ളത് നമുക്ക് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ്. അത് നാളത്തെ ക്ലാസ്സിൽ നോക്കാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പക്ഷെ ഇനി 10 മിനിറ്റും കൂടി ഉണ്ടല്ലേ, 10-20 മിനിറ്റും കൂടി ഉണ്ടല്ലേ. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വി വിൽ ജസ്റ്റ് ഹാവ് എ ഡീറ്റെയിൽഡ് ഒരു ബേസിക് ഐഡിയ അബൌട്ട് ദി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ കോളേജിൻ്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വരച്ചു. ഇത് ഓരോ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓരോ സ്റ്റൈലുണ്ട്, അല്ലെ, ഓരോ പാറ്റേൺ ഫോളോ ചെയ്യും. ഓക്കെ, അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. അപ്പോൾ അത് ഓരോന്നും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഗേറ്റ് പോലത്തെ എക്സാംസിനും അതേപോലെ PSC പോലത്തെ എക്സാംസിനൊക്കെ ഒരുപാട് ചോദിക്കുന്നതാണ്. ഇപ്പം മിലിറ്ററി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഏത് സ്ട്രക്ചറാണ് വരിക, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഏത് കമ്പനിയിലാണ് ഉപയോഗിക്കുക, ഇതൊക്കെ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിന് വരെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സെക്ഷനാണ്. ഓക്കെ, സോ ദാറ്റ് വി ഹാവ് ടു സ്റ്റഡി ദ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. നമ്മൾ ഈ വരച്ച ഒരു ഡയഗ്രാം കാണുന്നില്ലേ, അപ്പോൾ ഇറ്റ് ഈസ് എ പെർട്ടിക്കുലർ ടൈപ്പ്. ഓക്കെ, സോ ഇതേപോലെ ഒരുപാട് ടൈപ്സ് ഓഫ് ഡയഗ്രാംസ് ഉണ്ട്. സോ ബേസ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നോക്കാം. സോ ബിഫോർ ഗോയിങ് ടു ദാറ്റ്, what we can see is some of you may കുറേ എണ്ണം പകുതി ഉറക്കത്തിലായിരിക്കും. അപ്പോൾ കുറച്ച് ആൾക്കാർ എനിക്ക് പിന്നെ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ പറയും. ഓക്കെ, സോ അമൽ ബാബു ഉണ്ടോ? അമൽ കുര്യാക്കോസ്, ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞു തന്നെ, ഒരു ഓർഗനൈസേഷൻ അഡ്വാൻറ്റേജ് പറഞ്ഞു തന്നെ.
അഡ്വാൻറ്റേജോ? ഉം. അത് അതിന്റെ എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടി എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യും. ഓക്കെ, അതായത് എൻകറേജ്മെന്റ് എംപ്ലോയീസിനെ എയിം അച്ചീവ് ചെയ്യാനാണ് എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യുക. ഞാൻ പറയല നിങ്ങൾക്ക് വിമൽ ജോലിക്ക് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കണം, നിങ്ങളെല്ലാം ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് ജോലി ചെയ്യുക. സ്റ്റുഡൻസിനെ എൻകറേജ് ചെയ്യില്ലേ? സ്റ്റുഡൻസിനെ ഓക്കെ, നമ്മളെ കോളേജിൽ ഫുള്ള് അതാണോ നീ പറഞ്ഞതിന്റെ അർത്ഥം അതാ. ഓക്കെ, ശ്രീലാൽ കെ കെ പറഞ്ഞ ശ്രീലാലെ. ഉണ്ടോ വൈഷ്ണവ്? ഇവിടെ വെച്ചേ അത് കട്ടാക്കി ചെയ്യാൻ പറ്റില്ല. ശരത്ത് കെ, ശരത്ത് കെ ഉണ്ടോ? What are the advantages? എന്തെങ്കിലും ഒരു tell me an advantage of a good organization. The organization നല്ലൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അല്ലെ നല്ലൊരു ഓർഗനൈസേഷൻ ആയി മാറിക്കഴിഞ്ഞാൽ എന്താണ് അഡ്വാൻറ്റേജ് ഉണ്ടാവുക?